എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. രാത്രി ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറാട്ടാക്കിയത്. കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ രാത്രിത്തേക്ക് ചോറാണ്. ഇതിലാണ് ഞാനിപ്പം ചോറ് വെക്കുന്നത്. ആദ്യം ഈ ഒരു കലത്തിലായിരുന്നു ചോറ്, പിന്നെ ഇപ്പം നമ്മളെ സ്റ്റീമർ വന്ന ശേഷം അതിലാണ് വെക്കാറ്. കാരണം അടിയിൽ ഓൾറെഡി 2 ടയർ ആയതുകൊണ്ട് അടിയിൽ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും വെക്കാം. എന്നിട്ട് അത് ഊറ്റിയിട്ട് മുകളിലേക്ക് വെക്കും. കഞ്ഞിക്കലം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതിലാണിപ്പം വെക്കുന്നത്. ഇനി കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ഇന്നലത്തെ കറി ഉണ്ടായതുകൊണ്ട് അതങ്ങ് അഡ്ജസ്റ്റായി. പക്ഷേ ഇന്നിപ്പോൾ കറിയെല്ലാം വെക്കണം. അപ്പം എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കാറ്, ഇത്രയും സമയം എന്ത് വെക്കുന്നത്. അപ്പോൾ ചോറ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇനി അത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ രാത്രിക്ക് ഒരു മോര് കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൈര് ഉണ്ടായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ചു. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ചതുണ്ട്, അതും എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഇത് കറിവേപ്പില, തക്കാളി, പച്ചമുളക്. തക്കാളി മോര് വെച്ചതാട്ടോ ആക്കുന്നത്. പിന്നെ ഈ ബോക്സ് എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നമ്മളിങ്ങനെ സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സസ് ആണ്. ഞാൻ ടിഷ്യൂ വെച്ചിട്ട് അടിയിൽ എടുത്ത് മാറ്റാം. ഈ ബോക്സ് ഇതാ ഇങ്ങനെ ആട്ടോ വരുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ബോക്സ് വരുന്നുണ്ട്, എൻ്റെ അതിലേക്ക് ഒരു ട്രേ വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ടിഷ്യൂ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തക്കാളിയോ എന്താ വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ അടിപൊളി ട്രേ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. ഞാൻ ഇതുപോലത്തെ 5 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ചറപറ വെക്കാണ്ട് ഇതുപോലത്തെ ട്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അയച്ചുതരാം കേട്ടോ ലിങ്ക്. നമുക്ക് ഫസ്റ്റ് തേങ്ങ ഇതുപോലെ ഇങ്ങനെ ഇതാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ കുറച്ച് പൂളി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചിരവ വാങ്ങാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൂളി എടുക്കുന്നത്. എനിക്ക് പക്ഷേ ഇങ്ങനെയാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. ചിരവിയിട്ടൊക്കെ കഴിയുമ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ പൂളി എടുക്കുമ്പോൾ വേഗം കിട്ടും. പിന്നെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഒന്ന് നുറുക്കിയെടുക്കുക. എന്തായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ മിക്സി ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നേരെ ജാറിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ഉള്ളി ലാസ്റ്റ് വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എപ്പോഴും മോരുകറി വെക്കുന്ന ആൾക്കാർ ഈ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമ്മൾ കടുക് വറുത്തിടൂലേ, ആ സമയം ചെറിയ ഉള്ളീനെ കൊണ്ട് ലാസ്റ്റ് വറുത്തിടുന്നതായിരിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക മോരുകറിക്ക്. അടിപൊളിയാണ്. നമുക്കിന്ന് മഞ്ഞ കളറായിട്ട് മോരുകറി വെക്കാം കേട്ടോ. തക്കാളി ഉള്ളതുകൊണ്ട് കളർ കിട്ടുമോ അറിയില്ല, നമുക്കൊന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. കാരണം പച്ചമുളക് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മുളക് പൊടിയൊന്നും ഒരു ഓറഞ്ചിഷ് കളർ പോലെ മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം എങ്ങനെ ഇന്ന് മോരുകറി നമുക്ക് കിട്ടുന്നു. അപ്പം നമുക്ക് മോരുകറി ആക്കുക. ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ഉലുവയാണ് ഇടുന്നത്. ഉലുവ മസ്റ്റായ ഒരു കാര്യമാണ്. നമ്മൾ മോരുകറിക്ക് ഒതൻറ്റിക് ടേസ്റ്റ് വരുന്നത് ഈ ഉലുവ ചേർക്കുമ്പോഴാണ്. കുറച്ച് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറിവേപ്പിലയും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചെറിയുള്ളീൻ്റെ കളർ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ശേഷം നമ്മൾ ഒരു സവാള എടുക്കുക, കഷ്ണമായിട്ട് മുറിക്കുക. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് മുറിച്ച ശേഷം ഒരു തക്കാളി, ഒറ്റൊരു തക്കാളിയാണ് ഞാൻ കറിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, അപ്പോഴേക്കും നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ആ ഒരു തക്കാളി കറി, അതായത് മോര് വെച്ച കറി ആ മഞ്ഞ കളറിലിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തേങ്ങയും തൈരും പച്ചമുളകും കൂടെ അരച്ചതാണ്, വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ലേശം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പം ഞാൻ എൻ്റെ മഞ്ഞ കളർ കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയോണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വരെ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കടുക് വറുത്തിട്ടില്ല ആദ്യം, അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് നോർമൽ ഓംലേറ്റ്. എല്ലാവർക്കും അറിയാൻ പോകുന്ന ഒരു നോർമൽ ഓംലേറ്റ്.
നൈസായിട്ടൊന്ന് ഉള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കഷ്ണമായി ചെറിയ അല്ലെങ്കിൽ അത്യാവശ്യം ഈ ഒരു കഷ്ണത്തിൽ നിങ്ങൾക്കറിയാം. എന്നിട്ട് 2 പച്ചമുളക് അരിഞ്ഞതും 2 മുട്ടയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുരുമുളകും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് വാങ്ങിയ ശേഷം ഈ ഒരു സാധനം വാങ്ങിയ ശേഷം എനിക്ക് ഈ കുരുമുളകും ഉപ്പും കൂടെ നന്നായിട്ട് എടുക്കാൻ വേണ്ടി ഭയങ്കര ഈസി ആട്ടോ. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. ഈ പാൻ കാണുന്ന പോലെയല്ല, വേഗം ചൂടാവും. അതുകൊണ്ട് നമുക്കിത് സിമ്മിലിട്ട് കൊടുക്കാം. വേഗം ചൂടാവുന്ന കാരണം ഞാനിത് അന്ന് വാങ്ങിച്ച പാത്രം തന്നെയാണ്. അപ്പോൾ ഇതിന് കട്ടി ഭയങ്കര കുറവാണേ. കട്ടി ഭയങ്കര കുറയുന്നതുകൊണ്ട് വേഗം ചൂടാവും. അതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് ഞാൻ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മളെ വുഡൻ്റെ സ്പാച്ചില അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഉള്ളി വുഡൻ മാത്രം. കാരണം ഇത് വേഗം പോവും. നമ്മളെ സ്റ്റീലൊക്കെ തട്ടിയാൽ വേഗം പോവും. അതുകൊണ്ട് വുഡൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് വെറുതെ ഒന്ന് വാങ്ങിച്ചെടുക്കാം. എന്തായിട്ട് ഇത് തുറക്കുമ്പോൾ പൊട്ടം തോന്നുന്നു. 2 മിനിറ്റ് അടച്ചു വെക്കാം. മുട്ട മറിച്ചിടൽ എൻ്റെ ഇപ്പം ഭയങ്കര ഒരു ടാസ്ക് കേട്ടോ. ഞാൻ വൃത്തിക്ക് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ തീരെ കിട്ടുന്നില്ല മുട്ട മറിച്ചിടാൻ വേണ്ടിയിട്ട്. എന്താ അറിയില്ല, തീരെ കിട്ടാണ്ടായിരിക്കുന്നു. എങ്ങനെ പോയാലും മുട്ട പൊട്ടിപ്പോകുന്നു. ഇത്രയും കൂടി ഉണ്ടോ? ഓ, മുട്ട കേട്ടോ ഒന്ന് പറഞ്ഞത്. ഇന്ന് മുട്ട പൊട്ടിയിട്ടില്ല, വൃത്തിക്കനെ കിട്ടിയിട്ടുണ്ട്. അധിക സമയം നമുക്ക് കുക്ക് ചെയ്യണ്ട. നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട മാറ്റാം. അടിപൊളിയായിട്ട് മുട്ട കിട്ടിയിട്ടുണ്ട്. പൊതുവെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും പാളുന്നതാണ്. പക്ഷെ ഇന്നെന്താകുമ്പോൾ പറ്റി അറിയില്ല, മുട്ട കേട്ട് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു ഓംലേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നല്ല ടയേർഡായി, നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം നാളത്തേക്കുള്ള പരിപാടി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല. രാവിലത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ദോശ അരച്ചിട്ടാക്കൂല, രാവിലെ അരക്കുന്ന ദോശ, അതിന് അരി വെള്ളത്തിലിടാം. പിന്നെ ബ്രിഞ്ചോൾ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, ആക്കാനല്ല മുളക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അതും പക്ഷെ നാളെ ചെയ്യാൻ വിചാരിക്കുന്നു. ചോറ് ലേശമുണ്ട്, അത് ഫ്രിഡ്ജിൽ വെക്കണം. കറിയും ലേശമുണ്ട്, അതും ഫ്രിഡ്ജിൽ വെക്കാൻ പോവാന്ന്. അപ്പം എന്താ രാവിലെ കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റപ്പാട് നമ്മൾ അരി പുതിർത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ദോശ ഇറക്കാൻ പോവാന്ന്. അതിലേക്ക് ഒരു 2 സ്പൂൺ ചോറ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നുണ്ടായത്. നമ്മൾ തലേന്നേ കുതിർത്ത് വെക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിത് ഫുള്ളും ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ആകെ 1 ഗ്ലാസ് അരിയല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് അരച്ചെടുക്കാനുള്ള ക്വാണ്ടിറ്റി എനിക്കുള്ളൂ. ഇനി ലേശം തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് ക്രഷ് ചെയ്ത തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് അത് ആഡ് ചെയ്തത്. ഇതിൻ്റെ നൈസായിട്ട് അരച്ചെടുക്കുക. ലേശം വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഓൾറെഡി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ലേശം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് മാറ്റി വെക്കാം കുറച്ച് സമയം. അതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രിഞ്ചോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. എത്ര പേർക്ക് ബ്രിഞ്ചോൾ ഇഷ്ടമാണെങ്കിൽ പണ്ടൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ബ്രിഞ്ചോൾ. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മോര് കറിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ബ്രിഞ്ചോൾ. വെജുകാർക്ക്, നമ്മളെ നോൺ വെജുകാർക്കും പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ മീൻ ഇതൊക്കെ കഴിക്കുന്നില്ല, പക്ഷേ എപ്പോഴെങ്കിലും ഇതുപോലെ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ ബ്രിഞ്ചോൾ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും മുളകും മഞ്ഞളും മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ മാഗ്നേഷൻ തന്നെ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് സമയം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ തലേന്നേ ചെയ്ത് വെക്കണം വിചാരിച്ചു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ രാവിലെ തന്നെ എല്ലാം ടപ്പയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കുറച്ച് ഞാൻ ആക്കുന്നുള്ളൂ, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറീൻ്റെ പണി നോക്കാം. കടലക്കറി ഇതുപോലെ ഭയങ്കര എളുപ്പമാണ്. ദോശയ്ക്ക് എനിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ കടലക്കറി, മീൻ കറി അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പോൾ കടലക്കറി അടിപൊളിയായിരിക്കും. പാൻ വെച്ചു, അതിലേക്ക് സവാള മുറിച്ചിട്ടു, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ കടല തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വിസിലടിച്ചു, ഒരു 6-7 വിസിലടിച്ചിട്ട് മഞ്ഞളിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മുരിഞ്ഞ ഇതിലേക്ക് ഉള്ളിയിലേക്കൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ചിക്കൻ മസാല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് ആകുമ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുള്ളൂ. അതായത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ശേഷം ഇതിലേക്ക് വെന്ത കടലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം തിളപ്പിക്കുക. ലാസ്റ്റാണ് ഞാൻ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നത്. പിന്നെ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നന്നായിട്ടൊന്ന് തിള വരുന്നവരെ നോക്കുക. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പില കൊണ്ട് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കൊഴുപ്പിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലില്ലെങ്കിൽ നമ്മൾ കടലയില്ലേ അത് അരച്ച് ചേർത്താലും മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാറ്ററൊക്കെ ഭയങ്കര ഒരു തിക്കായൊരു കൺസിസ്റ്റൻസിയിൽ, എന്നിട്ട് ഒഴിച്ച ശേഷം ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവിയിട്ട് അടച്ച് വെക്കുക. ശരിക്കും ഈ ദോശ അടച്ച് വെച്ചാൽ വേഗമാവും. സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഒന്നായി വരുമ്പോൾ, ഒരു സൈഡായി വരുമ്പോൾ വേഗം മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ വേവിച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് ഈ ദോശ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഓഫ് ദോശ ഇവിടെ ആയിട്ടുണ്ട്. കടലക്കറിയും ദോശയും അഗേഡിന് കൊടുക്കട്ടെ. ഈ ഒരു ഭാഗമാകുമ്പോൾ കേട്ടോ മറിച്ചിടേണ്ടത്. ഇനി ഇതുപോലെ തന്നെ അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് മുഴുവൻ സെറ്റായി. നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം. പാത്രം എടുത്തിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വഴുതനങ്ങ ഫ്രൈ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ശേഷം കറിയാണ് നമ്മൾ ഇന്നലെ ആക്കിയത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ്. അപ്പം അതും സെറ്റായി. ഇതാണ് നമ്മളെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ. ഇത് അഗിയേട്ടനുള്ള ചോറായിരുന്നു കേട്ടോ. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദോശയാണ്. ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന്. എനിക്ക് ചോറിനെയും കാട്ടി ഇഷ്ടം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇന്ന് ദോശയാണ് എൻ്റെ ടിഫിൻ കൊണ്ടുപോകുന്നത്. അതിലേക്ക് ഇതേപോലെ തന്നെ കടലക്കറിയും ദോശയും പിന്നെ നമ്മളെ ബ്രിഞ്ചോൾ ഫ്രൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗ് എടുത്തായിരുന്നു, ഒരു ഈവനിങ് വ്ളോഗ്, ഒരു പ്രിപ്പയറിങ് വ്ളോഗൊക്കെ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ഇറ്റ്സ് ഡൺ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.